വിളിച്ച് അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും
മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ത്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജന്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോടെ തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം കറുത്തിരിക്കണുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണേ ഈശോയെ. അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു. ജയഘോഷ തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷ തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടോ? പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്, ഹൗ ടു ഡു ഉടമ്പടി, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്, അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടത് പോലെയാണ്. അപ്പം സ്ലോയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റർ പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ സാക്ഷ്യം
പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയെല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ധ്യാനം ഉൾപ്പെടെ അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണ എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടപടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, എന്തെല്ലാം. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല. 5 വാരം പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, ഒന്നും നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ചഴിച്ച് എടുത്തത്, അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയി പോകും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റീമ റാഫി, തൃശ്ശൂരിൽ നിന്നാണ്. ഒല്ലൂര് ചിയാരം വിജയമാത പള്ളിയാണ് എൻ്റെ ഇടവക. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് മക്കളൊക്കെ +2 ഒക്കെ കഴിഞ്ഞ് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോൻ MBBS-നും മോള് മർച്ചൻ്റ് നേവിക്കും ചേർന്നു. അതിവിടെ ഞാനൊരിക്കൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം കോവിഡിനൊക്കെ ശേഷം ഉടമ്പടികളൊക്കെ പുതുക്കിയെങ്കിലും അത്ര ആത്മാർത്ഥമായിട്ട് എനിക്കത് കൊണ്ടു നടക്കാൻ സാധിച്ചില്ല. പിന്നീട് വീണ്ടും ഞാൻ പല പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. ഇതേവരെ പറയാൻ ഞാൻ മെനക്കെട്ടില്ല. അപ്പോൾ ഈശോ വഴിയായിട്ട് കൃപാസന അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും ഈ സാക്ഷ്യം വൈകിയതിനും ഞാൻ ഈശോയോട് മാപ്പപേക്ഷിക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും അതൊരു ഭയങ്കര ഹെവി ലൈനായിരുന്നു. ആ വണ്ടി മൊത്തം തകർന്നു പോയി. 10 ലക്ഷത്തിൽ മേലെയൊക്കെയാണ് അതിൻ്റെ റിപ്പയർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 4 പേരും ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ആകെ തീയും പുകയ്ക്കായിരുന്നു. ഹെവി ലൈനായിരുന്നുകൊണ്ട് മാതാവിൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ഞങ്ങൾ 4 പേരെ എങ്ങനെയോ പുറത്തേക്ക് കടന്നു. കുറച്ച് ചില്ലൊക്കെയാണ് മേത്തുണ്ടായുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് നോക്കണേ. അപ്പം മോൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 4 പേരും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതും രക്ഷപ്പെട്ടതെന്നും. അതായിരുന്നു ഇപ്പം അടുത്ത് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം. അത് പറയാനായിട്ട് എനിക്കിതുവരെ സാധിച്ചില്ല. അതിനുശേഷം ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ജോലിക്ക് പോണതിൻ്റെ തിരക്കിൽ രാവിലെ 6:30-ക്ക് 3 സ്റ്റൗവിലെ 3 ബർണറും ഓണായിരുന്നു. അപ്പോൾ 4 നാഴിയൊക്കെ അരി വയ്ക്കാവുന്ന 10-12 ലിറ്ററിൻ്റെ വലിയ കുക്കറും കൂട്ടാൻ കാച്ചാനുള്ള എണ്ണ ചൂടായിട്ടിരിക്കുന്നുണ്ട്, ചായ 3ാമത്തെ അടുപ്പിലുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് തന്നെ സിങ്കിൽ സവാള കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോ എൻ്റെ റൈറ്റ് സൈഡിൽ ചൂട് പോലെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ആകെ പുകയും വെള്ള കളറും മഞ്ഞ് പോലെയും അങ്ങനെയൊക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല. സ്വരം കേട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി. ഞാൻ വേഗം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. 1 മിനിറ്റ് പോലും എനിക്ക് അകത്ത് ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല. വീഴാനൊക്കെയുള്ള ടെൻഡൻസി കൂടുതലുള്ള ആളാണ്. എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പുറത്തേക്ക് കടന്നതെന്ന് അറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് അതിൻ്റെ അപ്പുറത്തായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ആൾ ചോദിച്ചു എന്തിട്ട് അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, വേഗം വായോ എന്ന് പറഞ്ഞു. എനിക്കൊന്നും കാണാനില്ല, ആകെ പുകയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾ വന്നപ്പോൾ നോക്കിയപ്പോൾ നടക്കാൻ പറ്റുന്നില്ല ആൾക്ക്. കാരണം ഈ 10-12 ലിറ്ററിൻ്റെ വലിയ കുക്കറിലത്തെ കഞ്ഞിവെള്ളം ആകെ പോയിട്ടുണ്ട്. എണ്ണ പാത്രം ചീഞ്ചട്ടി താഴേക്ക് വീണിട്ട് എണ്ണ മൊത്തം പോയിട്ടുണ്ട്. ഈ ചായയുടെ വെള്ളം ആകെ പോയിട്ടുണ്ട്. സ്റ്റവൊക്കെ ഓഫായിട്ടുണ്ട് തന്നെ. അപ്പോൾ ആൾക്ക് നടന്നിട്ട് എൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് എന്തുട്ടാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തായാലും സിലിണ്ടർ ഓഫ് എന്തുട്ടുണ്ടായെന്ന് അറിയില്ല എന്ന്. അങ്ങനെ ആളെ ഇങ്ങനെയോ കടന്ന് സിലിണ്ടറൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ തരക്കേടില്ലാത്ത അടുക്കളയാണ്. അടുക്കളയുടെ ഒരറ്റത്തുനിന്ന് ഉണ്ടായിരുന്ന സ്റ്റൗമെന്ന് ഈ അറ്റത്തേക്കുള്ള ചുമരുമയ്ക്ക് ഈ വലിയ കുക്കർ തെറിച്ച് വീണിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിലാണ് തൊട്ടിപ്പുറത്ത് സവാള കഴുകിക്കൊണ്ടിരുന്നത്. അതെങ്ങാനും എൻ്റെ മേത്തെങ്ങാനും വന്ന് വീണെങ്കിൽ അത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ വഴുക്കലിൻ്റെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും വീഴാണ്ടും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവായെന്നും എനിക്ക് അത്ഭുതമാണ്. ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ വെന്തിങ്ങമ്മേ മാതാവിൻ്റെ ലോക്കറ്റ് അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ ലോക്കറ്റ് വഴി സംരക്ഷണം ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് തിരക്കേടില്ലാത്ത ഒരു 2 നില വീടും 6.5-6.25 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇനിയൊരു സ്ഥലം മേടിക്കണമെന്നോ വീട് പണിയണമെന്നോ ഒന്നും. കാരണം പിള്ളേർ പഠിപ്പൊക്കെ കഴിയാറായി, കല്യാണ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഹസ്ബൻഡിനോട് ഒരാൾ സ്ഥലത്തിൻ്റെ കാര്യം പറയുകയും ഞങ്ങൾക്കിപ്പോൾ എൻ്റെ ഇരട്ടി സ്ഥലം മെയിൻ റോഡിൽ തന്നെ, ഞങ്ങളുടെ കുറച്ചുള്ളിലേക്ക് പോകണം, മെയിൻ റോഡിൽ തന്നെ മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ മതിൽ പണിയാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നാളെയായിട്ട് തുടങ്ങണം. 4ാമത്തെ അനുഗ്രഹം, എനിക്ക് മുട്ടുവേദന ഭയങ്കരമാണ്. ജോലിക്കൊക്കെ പോകുന്ന വെച്ചാലും ഞാൻ റാമ്പ് അല്ലെങ്കിൽ ലിഫ്റ്റൊക്കെയാണ് ഉപയോഗിക്കുക. ഡോക്ടറെ കാണിച്ചപ്പോൾ 2 മുട്ടും തേയ്മാനാണ്, ഇടത് ഭാഗം തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് പോകണമെന്ന് 2021 തൊട്ട് ആഗ്രഹിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും. പിന്നെ ഈ മുട്ടുവേദനയുള്ള കാരണം ഇത്ര കിലോമീറ്ററൊന്നും എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് മക്കളും പറയും. അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വർഷം ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ നമ്മൾ കഴിയുമ്പോൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ 2024 പറഞ്ഞു അഖണ്ഡ ജപമാല റാലിക്ക് പോകണമെന്ന്. 25 വിചാരിച്ചു. ഞാൻ പോകാൻ പറ്റില്ല എന്ന് തന്നെ കരുതി. എങ്കിലും ഞാൻ പേരൊക്കെ കൊടുത്ത് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് പേര് പോകുന്നുണ്ടായിരുന്നു. അവർ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയുള്ളത് കൊണ്ട് എനിക്ക് അവരുടെ അഖണ്ഡ ജപമാലയിലൊന്നും അവർ 13-ാം തീയതി സമയമുള്ളപ്പോഴൊക്കെ അവർ കൂടി പ്രാർത്ഥിക്കണ്ടേ. എനിക്കൊന്നിനും പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെയാണ് പ്രാർത്ഥനകൾ എത്തിക്കുക. കുടുംബ പ്രാർത്ഥനയാകുമ്പോഴേക്കും ചിലപ്പോൾ ഉറക്കമൊക്കെ വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് അഖണ്ഡ ജപമാല റാലിക്ക് തുടക്കം മുതലേ ഞങ്ങൾ രാത്രി പോകുന്നു 10 മണിക്ക് അവിടെ നിന്ന്. ഇവിടെ 3:30 ആകുമ്പോൾ എത്തി. 3:45 പുലർച്ചെ അഖണ്ഡ ജപമാല റാലി തുടങ്ങുമ്പോൾ ഞങ്ങൾ നടന്നിട്ട് ഞാൻ 8 മണി വരെയൊക്കെ സുഖമായി നടന്നു. പിന്നെ മണൽ തീരത്തൊക്കെ എത്തിയപ്പോഴാണ് കാലിന് കുറച്ച് കുഴച്ചിലൊക്കെ വന്നത്. അങ്ങനെ 10-10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും, വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചിലവർ കുർബാന തുടങ്ങണേക്കാളും മുന്നൊക്കെ എത്തി. ഞങ്ങളങ്ങനെ എത്തി. അത് അഖണ്ഡ ജപമാല റാലി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു 2 ദിവസം ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ കരുതി. പക്ഷേ അതും എനിക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം 2024 ഞാൻ പിള്ളേരുടെ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ അവിടെ ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ട് കാറിൽ നിന്നൊരു സാധനം എടുത്തതായിരുന്നു. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീണു. പിന്നെ എനിക്ക് ഈ ഷോൾഡർ അനക്കാൻ പറ്റണില്ല. അങ്ങനെ 1-2 ആഴ്ചയ്ക്ക് ലീവ് എടുത്തു. പിന്നെയും ഈ കൈ പൊന്തിക്കാനോ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റണില്ല. അങ്ങനെ 1-2 ഡോക്ടർമാരെ കണ്ടു. ആദ്യം അൾട്രാസൗണ്ട് സ്കാനും എക്സ്റേ ഒക്കെ എടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നീടാണ് MRI ഒക്കെ എടുത്തത്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഈ ഷോൾഡറിൻ്റെ മസിൽ മൊത്തം 4 മസിലുണ്ട്. അതിൽ 2 മസിലും പൊട്ടിയിരിക്കുകയാണ്. അത് എല്ല് പൊട്ടനേക്കാളും ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഇത് ഇത്ര നാളും അതിനെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഇത് ഫ്രാക്ചർ എല്ല് പൊട്ടണേക്കാളും ഇത് 2-3 മാസമൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരും, പിന്നെ കൈ ഉയർത്താനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലും എലൈറ്റിലും അമലയിലും ഒക്കെ കഴിഞ്ഞ് ഞാൻ രാജഗിരിയിൽ വലിയ ഓർത്തോപീഡീഷ്യനെയൊക്കെ കണ്ടു. ആള് സർജറിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിട്ടത്, പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ സർജറി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം 2-3 മാസം ലീവ് എടുക്കണം, ജോലി കാര്യങ്ങളുണ്ട്, വീട്ടിൽ വേറെ നോക്കാൻ ഇനിയിപ്പോൾ ആളെ നിർത്തണം, അങ്ങനെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ പുരട്ടി ഒഴിഞ്ഞു. പിന്നെ ഈ ഭാഗത്തുള്ള ഒരു ചേച്ചി മാതാവിൻ്റെ തൈലത്തിൽ വേറെ അവരുടെ ഒരു മരുന്നും കൂടെ ആഡ് ചെയ്ത് കട്ടപ്പനയിൽ കൊടുത്തു വിട്ടു. അതും തേച്ചു, മാതാവിൻ്റെ തൈലൊക്കെ തേച്ചു. എനിക്കിപ്പോൾ കൈ കംപ്ലീറ്റായിട്ട് ഉയർത്താനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എൻ്റെ ജോലി കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല. വീട്ടിൽ സൺഡേ ഒരു ദിവസം സെർവൻറ്റിനെ വെച്ചിട്ടാണ് വലിയ അടിതൊടയൊക്കെ ചെയ്യുക. പക്ഷേ എൻ്റെ ഡെയിലി റുട്ടീനിന് എൻ്റെ കൈ യാതൊരു കുഴപ്പമില്ലാതെയാണ് പോണത്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി തന്നതിന് ഞാൻ കോടാനുകൂടി നന്ദി പറയണു. പിന്നെ എൻ്റെ മോൾക്കും കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഈശോയ്ക്കും മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് കാർമൽ നോവ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. മെയിൻലി മെർച്ചൻ്റ് നേവിയുടെ ഒരു കോഴ്സാണ്. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന ടൈമിൽ ഞാൻ ഇവിടെ ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെയാണ് എനിക്ക് അവിടെ സീറ്റൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ 3 years കോഴ്സായിരുന്നു. എൻ്റെ അത് കഴിഞ്ഞു. ഫൈനൽ സെം ആയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ലൈക്ക് പാസ്സാവോ, അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. കോൺവക്കേഷന് കാര്യങ്ങൾക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. വീട്ടിലത്തെ എൻ്റെ ഫാമിലിയിൽ ആദ്യം പഠിച്ചു തീരുന്നത് എൻ്റെയാണ്. അപ്പോൾ എനിക്ക് പേരൻസിനെയും ചേട്ടനെയൊക്കെ കൊണ്ട് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫൈനൽ സെം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഫൈനൽ സെം ആയതുകൊണ്ടും തന്നെ പഠിക്കാൻ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പഠിക്കാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിൽ, കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മെയിൻലി എനിക്ക് ക്യാമ്പസിൽ നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ധ്യാനങ്ങൾ കൂടിയിരുന്നു, ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞാൻ എക്സാമിന് പോയിരുന്നത്. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അരിയേഴ്സ് വരുമോ, എക്സാം ക്ലിയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ റിസൾട്ട് വന്നു. എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന 5 സെമ്മിനേക്കാളും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എനിക്ക് 6th സെമ്മിൽ കിട്ടി. എനിക്ക് നന്നായി പാസ്സാവാനായിട്ട് പറ്റി. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടി. അതിലൊക്കെ ഞാൻ വളരെയധികം ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് കൊടുക്കുക, എന്നെ കഴിയാവുന്ന രീതിയിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്രയൊന്നും പറ്റിയിരുന്നില്ല, കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ് അപ്പോഴും. അപ്പോൾ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും എനിക്കതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. മെയിൻലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഈശോയെ കുറിച്ചാണെങ്കിലും മാതാവിനെ കുറിച്ചാണെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ അവർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അന്നെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് മെഴുതിരിയിലേക്ക് നോക്കുകയാണ്. കാരണം മെഴുതിരി നന്നായി ആളി കത്തുന്നുണ്ട്. സാധാരണ അവിടെ ഫാനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഫാൻ ഇടാതെയാണ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നന്നായി ആളി കത്തുന്നു. അതങ്ങനെ കത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ മെഴുതിരീനെ നോക്കുന്നു, ആ കത്തുന്ന തിരിയെ നോക്കുന്നു. ആ കത്തിയ തിരി ചെറുതായി വരുന്നു. കുറേ നേരം അങ്ങനെ ആളി കത്തിയത് കൊണ്ടാണ് ഞാൻ ആ തിരിയെ നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ തിരി ആളി കത്തുന്നു. അപ്പോൾ ഞാൻ തിരിയെ നോക്കുമ്പോൾ ആ തിരി ഇങ്ങനെ ചെറുതായി വരാണ്, അതിൻ്റെ ആ തിരിനാളം. അങ്ങനെ ചെറുതായി ഞാൻ നോക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ ഒരു
ഷെയ്ഡ് ഞാൻ കാണാണ്. അപ്പോഴാണ് എനിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല ആക്ച്വലി ആദ്യം കണ്ടപ്പോൾ. കാരണം എനിക്കിത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എനിക്ക് ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പേടിച്ച് അമ്മേനെ വിളിച്ചു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവസാനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് പേടിച്ചിട്ടാണോന്ന് അറിയാം. ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ചു. ഇത് എനിക്ക് ഞാൻ സ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 to 5 minutes അങ്ങനെ അത് കത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു പേടിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പക്ഷേ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനത് കെടുത്തി. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയും. നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് സുധ, കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ, ഇതെൻ്റെ മകള്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 3-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകന് SLC പരീക്ഷയ്ക്ക് 45 ദിവസമുള്ളപ്പോൾ ടീച്ചർമാർ വിളിച്ചു പറഞ്ഞു അവന് എല്ലാ വിഷയത്തിനും 10-ൽ താഴെ മാർക്കാണുള്ളത്, അവൻ തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ വിഷമമായി. ഞാൻ സ്കൂൾ തൊട്ട് വീട്ടുവരെ കരഞ്ഞു. അപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ടീച്ചറെ എനിക്ക് കണ്ടു കിട്ടിയത്. അങ്ങനെ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവൻ പോയി. ടീച്ചർ പറഞ്ഞു അവൻ പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ദൈവാധീനം കുറവാണ്. അങ്ങനെ ടീച്ചർ അവൻ്റെ കയ്യിലൊരു കൃപാസനം പത്രം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു അമ്മയോട് വായിച്ച് അത് പരീക്ഷയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരാനും ഉള്ള പൈസയില്ല, അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. എന്നാലും പരീക്ഷയുടെ തലേന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് ആകെ ശരീരത്തിന് കുഴച്ചിലും എന്തോന്നറിയത്തില്ല വല്ലാതെ വന്നു. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഒത്തിരി ദൂരം നിന്നാണ് വരുന്നത്, എൻ്റെ ഈ അസ്വസ്ഥത മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തിരുന്ന ചേച്ചി എനിക്ക് കാപ്പിയൊക്കെ തന്ന് ഞാൻ കാപ്പി കുടിച്ചു. പിന്നെ ആ അസ്വസ്ഥത എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഞാൻ കൂടുതൽ ആക്റ്റീവായി ഉടമ്പടിയൊക്കെ എടുത്ത് സന്ധ്യയ്ക്ക് വീട്ടിൽ പോയി. ഒരു കുഴപ്പവും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് SLC പരീക്ഷയ്ക്ക് 85% മാർക്കോടെ എൻ്റെ അമ്മ മാതാവ് അവനെ വിജയിപ്പിച്ചു. ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ +1 അഡ്മിഷനും കിട്ടി. അങ്ങനെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ 4 വർഷമായി ഞാൻ വാടകയ്ക്കാണ് താമസിച്ചത്. എനിക്കൊരു ഭവനം വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലൈഫിൽ നിന്നൊരു വീട് കിട്ടി. പക്ഷേ ആ പൈസ കൊണ്ടൊന്നും വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മേ എനിക്കും എൻ്റെ ഭർത്താവിനും അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ഞങ്ങൾക്കാരുമില്ല. എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഈശോയും അമ്മ മാതാവും നിന്നെല്ലാം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു വർഷം ആവാറായപ്പോഴത്തേന് വീട് പണി അങ്ങ് നിന്നുപോയി. അങ്ങനെ മോൻ്റെ +1 ഹാൾ ടിക്കറ്റും കൊണ്ട് വന്നു അച്ഛനെ കാണാൻ ഇവിടെ വന്നപ്പം അച്ഛൻ അത് പ്രാർത്ഥിച്ച് അവൻ്റെ കൈ കൊടുത്തു വിട്ടു. അന്നേരം ക്യൂവിൽ നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ എൻ്റെ വീടും അങ്ങനെ കിടക്കുമല്ലയോ. അങ്ങനെ ഞാൻ ആ മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു അത് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വീട് പണി ഈശോയെപ്പോലെ. എൻ്റെ ഭർത്താവിൻ്റെ മുതലാളി പറഞ്ഞു വീട് ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഇഞ്ഞ് കൊണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് എൻ്റെ വീട് പണി പൂർത്തിയായി. അപ്പോൾ പാലുകാച്ച് നടത്തണമല്ലോ, അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ മാറ്റർ എഴുതി കൊണ്ടുവന്നില്ല. അവിടെ ഇരുന്ന് കുമ്പസരിച്ച് അമ്മയോടെല്ലാം പറഞ്ഞു അമ്മേ ഞങ്ങളുടെ കയ്യിൽ 10 പൈസയുമില്ല. എൻ്റെ അമ്മ മാതാവ് കാനായിലെ കല്യാണം നടത്തിയതുപോലെ ഇതെല്ലാം ഭംഗിയായി നടത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് അനുവാദം ചോദിച്ചുകൊണ്ട് പോയി പാലുകാച്ച് കാര്യങ്ങൾ 3 മണിയെന്നാണ് ചടങ്ങിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ രാവിലെ 11 മണി തൊട്ട് നല്ല ആർഭാടമായ പാലുകാച്ചായിരുന്നു.
വീട് പണി 2 മുറിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് 3 മുറിയും 1 ഹാളും 1 അടുക്കളയും 1 സിറ്റ് ഔട്ടും സ്വപ്നം കാണുന്നതിലപ്പുറമായിരുന്നു അമ്മ മാതാവ് തന്നത് ആ വീട്. അതിനകത്തൊരു കുറവുകളും ഉണ്ടായിരുന്നില്ല. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, പിന്നെ വീടുകളിൽ വയ്യാതെ കിടക്കുന്നവരെ പോയി കാണും, തൈലം തൂത്ത് പ്രാർത്ഥിക്കും. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. റോഡിലൂടെ വരുന്നവർക്കെല്ലാം ചായ കുടിക്കാനുള്ള പൈസ കൊടുക്കും. 2 പൊതിയെങ്കിലും ചോറ് പൊതി കെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ വൃദ്ധസദനത്തിൽ പോയി അമ്മമാരുടെ മുറി തേച്ച് കഴുകി കൊടുക്കും. ഞങ്ങൾ 3 പേര് കൂടി ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള പൈസ കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം 2 തവണ ഞാൻ കൊടുത്തു. പിന്നല്ലേ എൻ്റെ മകനാണ് കൊടുക്കുന്നത്. ഞാൻ പത്രം കിട്ടുമ്പോഴേ പറയും ഞാൻ കൊടുത്തോളാം അമ്മയെന്നും പറഞ്ഞ് ആശുപത്രികളിൽ, ബസ് സ്റ്റാൻഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. ആത്മീയമായിട്ട് എനിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം എല്ലാം മാറി. എല്ലാവരോടും സന്തോഷത്തോടാണ്. എനിക്ക് ആരോടും കെറുവും ഒന്നുമില്ല, ഒരു ടെൻഷനുമില്ല. അച്ഛൻ്റെ ഉടമ്പടി ദാനം കാണുന്നുണ്ട്. രാവിലത്തെ അനുദിന പ്രാർത്ഥന കറക്റ്റ് സമയത്ത് കാണും. 7:30 തന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് തൈലം എടുത്ത് 4 പേരുടെയും തലയിൽ തൂത്ത് കുരിശ് വരച്ച് എൻ്റെ മക്കളെ ഉടമ്പടിയിലൂടെ നിത്യത വരെ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. വായിൽ ഉപ്പിട്ട് കൊടുക്കും. ഇത്രയേറെ അനുഭവങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ഈ മരണം വരെ ഉടമ്പടിയിലൂടെ ജീവിക്കാനുള്ള കൃപ നൽകണമെന്നും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സൈദ. ഞാൻ കിള്ളിപ്പാല ഇടവകയിൽ നിന്നാണ് വരുന്നത്, തിരുവനന്തപുരം കോലിക്കോട് നിന്ന്. ഞാൻ 2024 സെപ്റ്റംബർ 18 തീയതിയാണ് നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ ഓൺലൈനായിട്ട് ജൂലൈ 18, 2024 ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസം ആകുമ്പോൾ തന്നെ 11 വർഷമായിട്ട് അടയ്ക്കാൻ കഴിയാത്ത ഒരു ലോണിന് അപ്രതീക്ഷിതമായിട്ടൊരു ചിട്ടി വീഴുകയും അതിന് 2.5 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മകന് അഡിനോയിഡ് ഇൻഫെക്ഷൻ കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസം കിട്ടാതെയും വായിൽ നിന്ന് പത വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് 1 മാസം ആയപ്പോൾ തന്നെ അവന് വളരെയധികം മാറ്റം സംഭവിക്കുകയും ഞാനിവിടെ അച്ഛനെ കൊണ്ട് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ ഡോക്ടറെ കാണിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചൊരു നിയോഗമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 3 മാസം ആകുമ്പോൾ തന്നെ ഒരു കോള് വരികയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കോള് വരികയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് താൽക്കാലികമായിട്ടൊരു ഗവൺമെൻറ് സ്ഥാപനത്തിലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഞാൻ കാശ് രൂപം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അവിടെ 7 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറയാനും സാധിച്ചു. എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിച്ചത്. അതുപോലെ എനിക്ക് മകനൊരു 10 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അവനെ ആക്കാനായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. എനിക്ക് അമ്മയും അച്ഛനൊന്നുമില്ല. അപ്പം ഡേ കെയർ വീടിൻ്റെ അടുത്തുള്ള ഡേ കെയറിൽ 1.5 വയസ്സായാൽ കുട്ടിയെ എടുക്കുള്ളായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഒരു വലിയ സഹായത്തോടു കൂടി തന്നെ ഒരാളെ ഒരുക്കി തരികയും മോനെ എടുക്കുകയും അവൻ ഒരു അത്രയും നാൾ എൻ്റെ അടുത്ത് മാത്രം നിന്ന കുട്ടിയാണ്. പക്ഷേ ഒരു കരച്ചിലോ ബഹളവും ഇല്ലാതെ എല്ലാ ദിവസവും അവൻ പോവുകയും ചെയ്തു. ഈ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 എൻ്റെ അമ്മ കോവിഡ് ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം വീട് വേണമെങ്കിൽ വേണമെങ്കിൽ കടമൊക്കെ ഒതുക്കായിരുന്നു. പക്ഷേ എനിക്ക് വീട് അത്യാവശ്യമായിരുന്നു. എനിക്ക് വീട് വേണ്ട ഒരു സാഹചര്യമാണ്. എനിക്ക് അവിടെ വരേണ്ട ഒരു അവസ്ഥയും വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോൺ കോളുകളും ഈ കടബാധ്യതകളുടെ ഇതും ഒക്കെ കാരണം ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. അതുപോലെ ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് പോയതും എനിക്ക് ഭയങ്കര വിഷമകരമായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് ഇൻഫെക്ഷനൊക്കെ കാരണം എനിക്ക് 2 മാസത്തോളം എനിക്ക് പൊക്കോണ്ടിരുന്ന ജോലി എന്നെ മതിയാക്കേണ്ടി വന്നു. ഞാനിങ്ങനെ എന്നാലും ഞങ്ങൾ
വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവന് സർജറിയുടെ സ്റ്റേജ് വരെ വന്നതാണ്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പപ്പയും ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവന് അത് ചുങ്ങി സർജറി വേണ്ടാന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ വീണ്ടും ജോലിയൊക്കെ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ എനിക്കൊരു വീടിൻ്റെ 2 സ്റ്റോപ്പ് അപ്പുറം തന്നെ എനിക്കൊരു ജോലി ശരിയായി. ഞാനങ്ങനെ ജോലിക്ക് കയറി. അപ്പോഴാണ് എനിക്ക് രണ്ടാമതൊരു കുട്ടിയും കൂടെ ആയെന്ന് അറിയുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര വിഷമതകളും ഇതും കാരണം എനിക്ക് ഭയങ്കര ആത്മഹത്യ പ്രവണതയും, എനിക്ക് കുട്ടി രണ്ടാമതായി കുട്ടി വേണ്ടാന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് ദൈവം എന്തോ ഇത് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റി വിട്ടു. ഒരു 7-ാം മാസമായി, മകന് വയറ്റിൽ 7-ാം മാസം ആയപ്പോഴാണ് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയുടെ ഇത് വന്നിട്ട് CV ഒക്കെ അയച്ചു കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ലയെന്നും പറഞ്ഞ് ഇവിടെ ആലപ്പുഴയിൽ വരാനിടയായത്. അങ്ങനെ ഈ മാതാവിൻ്റെ ഇവിടെ കയറിയിട്ട് ഒരു ഉപ്പും ഈ മാതാവിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡ് പുറത്തുനിന്ന് മേടിച്ചിട്ട് വന്നു. അങ്ങനെ 7-ാം മാസം, സാധാരണ 7-ാം മാസമല്ലേ അമ്മമാരുടെ ഇത് വേണ്ടത്. പക്ഷെ എൻ്റെ മാതാവ് വീട്ടിൽ വന്നു. ഞാൻ മുറിയിലൊരു ആണി ഉണ്ടായിരുന്നു. അപ്പോൾ ആണിയിൽ ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടും ഈ പേപ്പറായിട്ടുള്ള ഫോട്ടോ തൂക്കിയിട്ടൊന്നും അത് ഇരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ വച്ചപ്പോൾ അത് കറക്റ്റ് ഫിറ്റായിരുന്നു. എനിക്ക് ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ രക്തക്കണ്ണീർ ജപമാല പ്രാർത്ഥിക്കണം, കുരുക്കഴിക്കുന്ന ഇത് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ അത്രയും കാലം കാണില്ല, കാര്യം ഞാൻ അത്രയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ വീണ്ടും ജപമാല കഴുത്തിലിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത്രയും ദുരിതങ്ങൾ ഇതൊക്കെ വന്നു തുടങ്ങിയപ്പം ഞാൻ വീണ്ടും ജപമാല കഴുത്തിലിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഡിസംബർ മാസം മാതാവ് അവിടെ വന്നതിന് ശേഷം ഞാനന്ന് ഉടമ്പടിയിലൊന്നും അല്ലെങ്കിലും ഭയങ്കര അത്ഭുതശക്തിയായിരുന്നു. വീണ്ടും അപ്രതീക്ഷിതമായിട്ടൊരു ചിട്ടി വീഴുകയും എനിക്ക് ആ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് നടത്തി തരികയും ഡെലിവറി 7-ാം തീയതിയാണ് നടന്നത്. മാതാവിൻ്റെ ആ ഒരു ഡേറ്റ് അത് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. 7-ാം തീയതിയായിരുന്നു രണ്ടാമത്തെ മകൻ ജനിച്ചത്. ഞാൻ ആ സമയത്ത് ഞാൻ 9 മണിക്ക് കിടന്ന് ഞാൻ 1:30 പെട്ടെന്ന് എണീറ്റതാണ്. ഞാൻ 2 ജപമാല പ്രാർത്ഥിച്ചു. അധികം സമയമൊന്നും എനിക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്നില്ല. 3 മണിക്കൂറായപ്പോൾ തന്നെ നോർമലാക്കി എനിക്ക് തന്നു മാതാവ്. അതുപോലെ തന്നെ കുട്ടി ജനിച്ചപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവൻ എൻ്റെ അമ്മയുടെ അതേ മുഖമായിരുന്നു. എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അവൻ്റെ ഓരോ ആക്ഷനൊക്കെ കാണുമ്പോൾ എനിക്ക് മമ്മിയെപ്പോലെ എനിക്ക് തോന്നുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ജൂലൈ 18-ാം തീയതി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെയധികം വിഷമത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുഹൃദയ രൂപം തെളിഞ്ഞു വന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അടയാളം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഒരു ചിട്ടി റെഡി ആയെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അനീത്തിയെ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്കൊരു അനീത്തിയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ പോയി ചോദിച്ചായിരുന്നു ചിട്ടി വേണമെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. അതുപോലെ അഡ്രസ്സ് സാധാരണ ഞാൻ ഇവിടെ വീട് ഒറ്റയ്ക്കൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഒറ്റയൊഴിപ്പിച്ച് ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്തേക്കാൻ കാരണം അഡ്രസ്സ് അനിയത്തിയുടെ അവിടെയുള്ള അഡ്രസ്സിലാണ് സാധാരണ പോകുന്നത്, നോട്ടീസും കാര്യങ്ങളൊക്കെ. പക്ഷേ അത്ഭുതകരമായിട്ട് ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. മാതാവ് വീട്ടിൽ വരുന്നതായിട്ടും എൻ്റെ കുട്ടിയെ നോക്കുന്നതായിട്ടും ഞാൻ എന്തൊക്കെയോ ജോലി ചെയ്ത് നടക്കുന്നതായിട്ടും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഇങ്ങനൊരു കോള് വരികയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തത്. പല കാര്യത്തിലും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മോൻ ഇതുപോലെ ഒരു ദിവസം റവ എന്തോ കാച്ചിക്കൊണ്ടിരുന്നപ്പം ആ തിളച്ച റവയിൽ കൈ ഇങ്ങനെ വച്ചു. അപ്പം അവൻ ആ കൈ മൊത്തം പൊള്ളിയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ കയ്യിലൊരു തുള്ളി പൊള്ളൽ പോലും അതിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരിടയ്ക്ക് മകന് കാല് കുഴഞ്ഞിങ്ങനെ അവന് നടക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഡേ കെയറിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഈ കുട്ടിയെ നോക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ദിവസം ലീവ് എടുക്കും, ഒരു ദിവസം പോവും, അങ്ങനത്തെ ഇതിലായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, നീ എല്ലാവരുടെ അടുത്തും പറയുമല്ലോ കാശ് രൂപം വയ്ക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ, നിൻ്റെ കാര്യത്തിൽ ഇതൊന്നും പറ്റില്ലേ? അപ്പം അന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാനൊന്ന് കാശ് രൂപവും തലേണയുടെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടിയെ കിടത്തിയത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും നാൾ തറയിൽ കാല് കുത്താത്തവൻ തറയിൽ കാല് കുത്തി അവൻ പഴയതുപോലെയായി. എനിക്ക് മാതാവിൻ്റെ ഭയങ്കര പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരിതുണ്ടായിരുന്നു. ഞാൻ ഡേറ്റുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഡേറ്റുകളിലൊന്നും എനിക്ക് നടന്നു കിട്ടില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി ഡേറ്റ് ഒന്നും എഴുതി വെക്കില്ല എന്ന്. പക്ഷേ ഓരോ ഡേറ്റുകൾ പിന്നീട് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 18 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ എപ്പോഴും എഴുതി വെക്കുമായിരുന്നു.
അപ്പം എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ എനിക്ക് കൂടെയുള്ള ഒരു ആൾ, എനിക്ക് ഓഫീസർ, എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ അപ്പോയിൻമെൻറ്റ്, ഞാൻ മുമ്പ് അവിടെ പോയി ഈ ഫയലൊക്കെ മറിച്ച് നോക്കിയപ്പം അവർ അപ്പോയിൻറ്റ് ചെയ്തത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത അതേ ഡേറ്റിന് സെപ്റ്റംബർ 18-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതുപോലെ 27 ഡേറ്റ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നാണ് എനിക്ക് ഇൻ്റർവ്യൂ കോള് വന്നത്. അപ്പം ഞാൻ പിന്നെ ഡേറ്റിനെ കുറിച്ച് നടന്നോ ഞാൻ പിന്നെ നോക്കാറില്ല. എന്തായാലും അമ്മ മാതാവ് അതിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ്. പക്ഷേ ഞാനന്ന് എനിക്കിത്തിരി പേടിയായിരുന്നു വന്നിങ്ങനെ പറയണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനിങ്ങനെ സിസ്റ്റർ ചോദിച്ചപ്പോൾ തിരക്കാണ്, ഉച്ച വരെ നിൽക്കേണ്ട, ഉച്ച കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ട്രെയിനിൽ വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുകയും ഭയങ്കര ഒരു ഇതൊക്കെയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്നൊരു ഇതായിരുന്നു. സാക്ഷ്യം പറഞ്ഞ് ഞാൻ മടി തോന്നരുതെന്നുള്ളൊരു ഇതെനിക്ക് ഉണ്ടായി. അതുപോലെ പത്രം കൊടുക്കാനുണ്ടായ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ പോകുമ്പം എനിക്ക് ഇതായിരുന്നു, ഞാൻ എങ്ങനെ പറയും, എന്ത് പറയും ഈ ആൾക്കാരുടെ അടുത്തൊക്കെ. ഞാനങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്തൊന്നും അധികം സംസാരിക്കുന്ന ഒരു ആളല്ല. അപ്പോൾ എന്ത് പറയും, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ അവിടെ എല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ CSI ഒരു ആൾക്ക് പത്രം കൊടുത്തപ്പോൾ അവർ ഒരുവിധം മേടിക്കില്ലായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് അവർ പറഞ്ഞു, ഈശോയുടെ നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറേ തർക്കിച്ചു. അപ്പം ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കും. അപ്പം എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ തോന്നി, അമ്മ പറഞ്ഞ ഈശോ കേൾക്കും. അപ്പം ഞാനത് അവരോട് പറഞ്ഞു. പക്ഷെ എത്രയും നേരം തർക്കിച്ച് ഇത് മടിച്ച് നിന്നിരുന്ന അവർ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം മേടിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ ബസ്സിലൊക്കെ അടുത്തിരിക്കുന്നവരോട് മാത്രമേ ഇതൊക്കെ കൊടുക്കുള്ളായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും എനിക്ക് മടിയായിരുന്നു, അയ്യോ ഞാൻ എന്ത് പറയും ഇവരോട്. ആദ്യമൊക്കെ ഞാനിങ്ങനെ മാതാവിനെ പറ്റിയോ കൃപാസനത്തെ പറ്റിയൊന്നും പറയില്ല, പള്ളിയിലൊരു പത്രമാണ് വായിക്കണം എന്നൊക്കെ പറയുള്ളായിരുന്നു. അപ്പം ഞാനങ്ങനെ ഒരു ചേച്ചിക്ക് കൊടുത്തപ്പം ഒരുവിധം അവർ മേടിക്കില്ല. അപ്പം വേറൊരാൾ ഇതേപോലെ ഹിന്ദു മതവിശ്വാസി അവിടെ വന്ന് ഈ കൃപാസനത്തെക്കുറിച്ചും പത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവർ ആ പത്രം മേടിക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഞാൻ കുറേ പേർക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്കാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച 7-ാം തീയതി ഞാനിവിടെ വരണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി മൊത്തം ഉറങ്ങാത്ത ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം അതിന് ബുദ്ധിമുട്ടി. അപ്പം എനിക്ക് സംശയമായിരുന്നു എനിക്ക് ഈ ആഴ്ച തന്നെ ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് അനുഗ്രഹിച്ച് പിന്നീട് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് ഇത് തന്നെയാണ് ജീവിതം, ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതം. ഭൂമിയിലെ ഒരു സ്വർഗമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാര്യം എനിക്ക് പപ്പ എപ്പോഴും കൊച്ചിലെ മുതൽ എനിക്ക് എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിട്ട് എന്നെ വിടാറുള്ളായിരുന്നു. ഒരു ചെറിയ പരീക്ഷയായാലും എന്താവശ്യത്തിന് പോയാലും പ്രാർത്ഥിപ്പിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ എനിക്ക് ഈ അച്ഛൻ്റെ ഈ പ്രാർത്ഥന, ഡെയിലി ബ്രെഡിൻ്റെ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എനിക്കതൊക്കെ തിരിച്ചു കിട്ടിയാലും തോന്നുന്നു. അതുപോലെ അമ്മ എന്നെ എപ്പോഴും ശാസിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പം എനിക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ മാതാവ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം എൻ്റെ ജീവിതം ഇത് തന്നെയാണ്, ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതം. ഒരു ഭൂമിയിൽ ഒരു സ്വർഗമായിട്ട് ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 2022 ആഗസ്റ്റ് 14-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വച്ചു ഞങ്ങൾ ഒരു ഹിന്ദുക്കളാണ്. അവിടെ വെച്ച് എനിക്കൊരു അസുഖം ബാധിച്ചു. 3 വർഷം വരെ ഞാൻ ആ അസുഖത്തിൽ വളരെയധികം വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഫോണിലൂടെ യൂട്യൂബിലൂടെ പല പ്രാർത്ഥനകളും ഞാൻ കേൾക്കുമായിരുന്നു. അസുഖം എൻ്റെ തൊണ്ടയിലായിരുന്നു. എപ്പോഴും വേദന, 15 ദിവസം കൂടുമ്പോൾ ആ വേദന മാറും. വീണ്ടും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വേദന വരും. കഠിനമായ പനിയായിരിക്കും, തൊണ്ടവേദനയായിരിക്കും. പിന്നെ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടുത്തെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് വേറെ എന്തോ അസുഖമാണെന്ന്. ഞാൻ ഈശോയെയും അമ്മയെയും
കൂടുതൽ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു അസുഖവുമില്ല, എൻ്റെ ഈശോയും അമ്മയും എനിക്ക് ആ അസുഖം മാറ്റിത്തരുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായി കൃപാസന അമ്മയെ ഞാൻ എൻ്റെ ഫോണിലൂടെ കാണുന്നത്. അമ്മയുടെ ഫോട്ടോയാണ് എൻ്റെ ഫോണിൽ തെളിഞ്ഞത്. ഫസ്റ്റ് തെളിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇതാരാണ്, എവിടുത്തെ മാതാവാണ് എന്ന്. രണ്ടാമത് എൻ്റെ ഫോണിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ തെളിഞ്ഞു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു കൃപാസനം. ആദ്യമായി ഞാൻ ഇവിടുത്തെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. ഒരു മകനാണ് ഇവിടെ ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടത്. അവന് രോഗസൗഖ്യം ഭേദപ്പെട്ടതായിട്ടാണ് ഞാൻ സാക്ഷ്യം കേട്ടത്. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ പ്രാർത്ഥന ആരാധനയെല്ലാം ഞാൻ കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും പറഞ്ഞു, അമ്മേ, എൻ്റെ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം. പക്ഷേ എനിക്കൊരു ഡോക്ടറെ കാണണ്ട, ഒരു മെഡിസിൻ കഴിക്കണ്ട. എൻ്റെ രോഗം എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് മാറ്റിത്തരണം. എൻ്റെ രോഗം മാറിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന്. അങ്ങനെയാണ് ഞാൻ 2022 ആഗസ്റ്റ് 14 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി പ്രകാരം ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. എൻ്റെ രോഗം പൂർണ്ണമായും മാറി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിൻ്റെ പണിയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. 2 മക്കളും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയമായിരുന്നു. എനിക്കൊരു ഭവനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, കൊറോണ സമയമായതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്ക് നാട്ടിൽ പോയാൽ ഒരു ഭവനം വേണം. എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് തരുവാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും സാധിക്കും. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. അങ്ങനെ ഞാൻ അമ്മയോട് ഈശോയോടും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ കാൽ മടക്കി നിന്നു. ഞാൻ പറഞ്ഞു, ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ ഭവനത്തെ ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു. 3ാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ്. 2 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഒരാൾ ബിഫാമിനും ഒരാൾ റേഡിയോളജിക്കും പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ബിഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾ എന്നോട് പറഞ്ഞു, അമ്മേ, എനിക്ക് പഠിക്കുവാൻ ഒത്തിരി പ്രയാസമാണ്. മെഡിസിൻ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, ഇത് പഠിക്കുവാനൊന്നും എനിക്കൊന്നും പറ്റുന്നില്ല അമ്മേന്ന്. ഞാൻ പറഞ്ഞു, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമ്മുടെ കൂടെ അമ്മ മാതാവും ഈശോയും ഉണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം. മോൾ നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതിക്കോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. അവളുടെ പരീക്ഷ സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് കിട്ടിയ വചനം ഇതാണ്, യേശയ്യാ പ്രവാചകൻ്റെ 45:2. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ വചനം നിരന്തരം ഞാൻ എന്നും എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 2ാമത്തെ വചനം ഇതാണ്, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ഇത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ അപ്പയോട് പറഞ്ഞു, അപ്പ, മനുഷ്യനാൽ അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധിക്കും. അപ്പയില്ലാതെ എനിക്കാരുമില്ല, അമ്മയില്ലാതെ എനിക്കാരുമില്ല. എനിക്ക് ഏകാശ്രയം എൻ്റെ അപ്പനും അമ്മയുമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മൺകുടമാണ് ഉടഞ്ഞു പോയത്. അത് കൂട്ടിച്ചേർക്കുവാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും അല്ലാതെ അത് മറ്റാർക്കും സാധിക്കുകയില്ല. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നിരന്തരം പ്രാർത്ഥനയിൽ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഭവനം പൂർത്തീകരിച്ച്, അതിമനോഹരമായ ഭവനം. ഇന്ന് ഏതൊരു മക്കളും എൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഈ ഭവനത്തിൽ വന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട് എന്ന്. അങ്ങനെ ഭവനത്തിൻ്റെ പണി കഴിഞ്ഞു. 3ാമത് മോളുടെ പഠിത്തമായിരുന്നു. ആ പഠിത്തം അവൾ പറയും ബാക്കി കാര്യങ്ങൾ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ടാണ് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് അമ്മ മാതാവ് തന്ന ഈ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ജീവിതം മതിയാകുമോ എന്നും എനിക്കറിയത്തില്ല. കാരണം
എനിക്ക് പഠിക്കാൻ അത്രയ്ക്കും പാടായിരുന്നു. ഞാൻ എങ്ങനെ ഓരോ വർഷവും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല, അധികം കഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ടു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്നിനും എനിക്ക് ആൻസർ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷനുണ്ട്. അതും എത്ര കടുകട്ടായിട്ടുള്ള വിഷയമാണോ അതിനാണ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അമ്മ മാതാവ് എനിക്ക് തന്നതാണ്. അതുകൂടാതെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. PSC വഴിയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അതെനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ്. PSCക്ക് ഞാൻ പോയപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു കൂടെ വരണം, എനിക്ക് വേണ്ടിയിട്ട് ഈ പരീക്ഷ ഒന്ന് എഴുതണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ നിമിഷ നേരം കൊണ്ട് അമ്മ മാതാവ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കാണിച്ചു തന്നു. എങ്ങനെയാണ് അമ്മേ എനിക്ക് വേണ്ടി എന്തിനിത് ചെയ്തു? ഞാനൊരു ഉടമ്പടിയിലല്ല, എൻ്റെ അമ്മയാണ് ഉടമ്പടിയിലായിരിക്കുന്നത്. ഞാൻ അധികം അങ്ങനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അധികം പ്രാർത്ഥനയിലോ കാര്യങ്ങളിലോ അല്ല. പക്ഷേ അമ്മ മാതാവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. എനിക്ക് അർഹിക്കാത്തതും ഞാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള എല്ലാം അമ്മ എനിക്ക് തന്നു. പിന്നെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വെയിറ്റ് കുറവ്, കുഞ്ഞിന് വെയിറ്റ് കുറവ്. ഓരോ വട്ടവും ചെക്കപ്പിന് പോകുമ്പം എനിക്ക് ഡോക്ടർ പറയുന്നത് കേട്ടാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓരോ വട്ടവും ചെക്കപ്പ് കഴിഞ്ഞിറങ്ങുന്നത്. എന്നാൽ അവസാന നിമിഷം എനിക്കും കുഞ്ഞിനും വെയിറ്റ് തന്ന് അമ്മ മാതാവ് എന്നെയും കുഞ്ഞിനെയും ആരോഗ്യത്തോടെ സംരക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ മോളുടെ വിവാഹത്തിന് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, കാനായിലെ കല്യാണ വീട്ടിലെ കുറവുകളെ അമ്മ പരിഹരിച്ചതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും അമ്മ പരിഹരിക്കണം. അമ്മയും ഈശോയും കടന്നു വരണം, എനിക്ക് വേറെ ആരുമില്ല എന്ന്. ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് മകളുടെ വിവാഹത്തിന് വേണ്ടി പൈസ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ലോൺ എടുത്തതാണ്. ഞാൻ ലോണിനായിട്ട് ഒരു ദിവസമേ പോയിട്ടുള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നു. എല്ലാവരും ചോദിച്ചു, ഈ കല്യാണം എങ്ങനെയാണ് ഇത്ര മനോഹരമായി നടന്നത് എന്ന്. അങ്ങനെ മകളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ മകൾക്ക് ജോലിക്കായിട്ട് അവൾ പറഞ്ഞല്ലോ, ആ ജോലി ഞാനാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അവളുടെ പഠിത്തം കഴിഞ്ഞ സമയത്ത് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും കഴിഞ്ഞ് 6 മാസമായപ്പോഴായിരുന്നു മോളുടെ വിവാഹം. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ഈശോയോടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ കുഞ്ഞിന് 1 വർഷത്തിനകം അമ്മയ്ക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം എൻ്റെ കുഞ്ഞിന്. അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഞാൻ ദുബായിലായിരുന്നു. ഞാനിപ്പോൾ 2 മാസമായി വന്നിട്ട് ലീവിന് വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ വച്ച് എൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ച് മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്കൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകരുത്, അമ്മേ, സുഖപ്രസവമായിരിക്കണമെന്നും. പ്രസവ സമയത്ത് അവളെ രാവിലെ 8 മണിക്ക് ലേബർ റൂമിൽ കയറ്റി രാത്രി വെളുപ്പിനെ 3 മണിയായപ്പോൾ എന്നോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ദിവ്യയ്ക്ക് പ്രസവം നടക്കില്ല, കുഞ്ഞ് വയറ്റിൽ കിടന്ന് മഷി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയോട് ചോദിച്ച ഒരു കാര്യമുള്ളൂ, എൻ്റെ കുഞ്ഞിന് സുഖപ്രസവമായിരിക്കണം എന്ന്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയണം അമ്മയ്ക്കും കുഞ്ഞിനും കോംപ്ലിക്കേഷനാണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് എനിക്ക് പാലിച്ച് അമ്മ തരണം, എൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന്. അങ്ങനെ കുഞ്ഞിന് അവൾ പറഞ്ഞല്ലോ വെയിറ്റ് ഇല്ലായിരുന്നെന്ന്. ഞാൻ നിരന്തരം എൻ്റെ വയറ്റിൽ തന്നെ ഉടമ്പടി തൈലമിട്ട് കുരിശ് വരച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിൻ്റെ 2 ദിവസം വരെ 1,600 കുഞ്ഞിൻ്റെ വെയിറ്റ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2,800 കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചു, എനിക്ക് കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് തന്ന് എൻ്റെ കുഞ്ഞിന് അമ്മ അനുഗ്രഹിക്കണം. ഞാൻ എന്തൊക്കെ കാര്യമാണ് എൻ്റെ അപ്പയോടും എൻ്റെ അമ്മയോടും ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുപോലെ എല്ലാം എനിക്ക് നടന്ന് തന്നിട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് കുരിശ് വരയ്ക്കാൻ അറിഞ്ഞുകൂടെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എങ്ങനെയാ കുരിശ് വരയ്ക്കേണ്ടതെന്ന്.
ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചോദിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ രാത്രിയിൽ എൻ്റെ അടുത്ത് അമ്മ വന്ന് പറഞ്ഞു കുരിശ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന്. യഥാർത്ഥത്തിൽ കുരിശ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അതുപോലെ തന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു. അന്ന് മുതൽ ഞാൻ അതുപോലെ തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജോസഫച്ചൻ്റെ പല ദിവസങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും വിഷമിച്ച് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാത്രിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കുറിച്ച് ഞാൻ സ്വപ്നം കാണും. അച്ഛൻ എനിക്കതിൻ്റെ മെസ്സേജ് തരുമായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മയും ഈശോയും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ നിരന്തരം പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി, എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വചനങ്ങൾ എപ്പോഴും എഴുതും. നന്മ നിറഞ്ഞ മറിയമേ അതുപോലെ ചൊല്ലി പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കുകയില്ല. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്ര സമയമില്ലെങ്കിലും അത് എൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ വീട്ടുജോലിയാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഞാൻ 3:30 എണീക്കും. കാരണം 3:30 എണീറ്റാലേ എനിക്ക് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ 3:30 എണീറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. വൈകുന്നേരമുള്ള എൻ്റെ സായാഹ്ന പ്രാർത്ഥനകൾ ഇടയ്ക്കൊക്കെ എനിക്ക് സമയപരിമിതികൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം ഞാൻ നിൽക്കുന്ന വീട്ടിൽ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും വരുന്നതനുസരിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ നോക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ സമയപരിമിതികളൊക്കെ കഴിഞ്ഞു പോകും. അങ്ങനെ എൻ്റെ പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കില്ല. പിന്നെ ഉപവാസം എടുക്കും. ഞാൻ ശനിയാഴ്ച ദിവസമാണ് ഉപവാസം എടുക്കുന്നത്. പിന്നെ 50 നൊയമ്പ് ഞാൻ എടുക്കും. അത് ഞാൻ കൃത്യതയോടെ പാലിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ 2 ദിവസത്തിനകം തന്നെ ഓട്ടോ സ്റ്റാൻഡിലും വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഈ കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാനത് മോളെ SAT-ലായിരുന്നപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ആശുപത്രിയിൽ വീടുകളിൽ എല്ലാം കൊണ്ട് പള്ളിയിൽ എവിടെ വേണമെങ്കിലും ഞാൻ കൊടുക്കും. ആരും വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയും ശരി ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ മേടിക്കണ്ട, ഇതെൻ്റെ അമ്മയുടെ പത്രമാണ്, അമ്മയുടെ കൈയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞു തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വൃദ്ധസദനമുണ്ട്, അപ്പച്ചന്മാരുടെയാണ്. അവിടെ പോകും. ഞങ്ങൾ ആ അപ്പച്ചന്മാരുടെ കൂടെ ഇരിക്കുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അവർക്ക് ഫുഡ് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ കാറ്ററിങ്ങിന് കൊടുത്തിട്ട് അവരോട് ഫുഡ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർക്ക് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ട അമ്മച്ചിമാരും അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുക്കും. പൈസ അങ്ങനെ കൊടുക്കും, ഡ്രസ്സ് മേടിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തത് കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും ഇവിടെയും ഞാനൊരു കാരുണ്യ പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്. 3 മണിക്ക് എണീക്കുക, രാത്രി 12 മണിക്ക് കിടക്കുക, ഇതൊക്കെ എൻ്റെ ജോലിയാണല്ലോ. ഇത് ഞാനൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് കൊടുക്കും. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഏതൊന്നിനും ഒരു തടസ്സം ഉണ്ടാവാതെ, അവർക്ക് ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ അവരെ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും എന്നോട് വളരെ സ്നേഹമാണ്. ഞാൻ 9 വർഷമായി ദുബായിൽ സർവൻ്റായിട്ടൊരു വീട്ടിൽ ജോലി നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഞായറാഴ്ച ഷാർജ പള്ളിയിലാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ പോയി കുർബാന കൂടുന്നത്. അവിടുത്തെ കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ പോകും, കുർബാന കൂടുവാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഇവിടെ വീട്ടിൽ വന്നാൽ ഇവിടുത്തെ പള്ളിയിൽ പോകും, കുർബാന കൂടും, പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞു. ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ മാസം 22-ാം തീയതിയാണ്. അതിന് മെയ് മാസം മുമ്പ് അമ്മ 18-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 2023 മുതൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 2 തവണ ഞാൻ ടെൽക്ക് എക്സാം എഴുതിയെങ്കിലും എനിക്കത് പാസ്സാവാൻ സാധിച്ചില്ല. ആ സമയത്താണ് എൻ്റെ അച്ഛയ്ക്കൊരു ഓപ്പറേഷൻ വരികയും അങ്ങനെ ഞങ്ങൾ ആകെ സങ്കടത്തിലായിരുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി, വീടിനടുത്തുള്ളൊരു ചേച്ചി പറയുന്നത് കൃപാസനമുണ്ട്, അവിടെ പോയി നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ജർമ്മൻ പത്രം കൃപാസനത്തിലേക്ക് കിട്ടുകയും ഞാനത് വായിക്കുകയും ഞാൻ ഓരോ വാക്കുകൾ അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരണമെന്നോ ഉടമ്പടി എടുക്കണമെന്നോ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരെ പോലെ നമുക്ക്
നമ്മുടെ എല്ലാ കാര്യങ്ങളും 0 ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് ഗോയിത്തയിൽ 4 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ ബ്ലെസ്സിങ്ങിനായിട്ട് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. എക്സാമിനായിട്ട് ഞാൻ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശ് രൂപം വെച്ചാണ് ഞാൻ എക്സാമിന് കയറുകയും ചെയ്തത്. ചെന്ന് എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 4 എക്സാമും കഴിഞ്ഞു. എനിക്ക് സ്പീക്കിങ് ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഏത് എക്സാം തോറ്റാലും സ്പീക്കിംഗ് എന്തായാലും ഞാൻ ജയിക്കുമെന്ന് ഞാൻ അച്ഛയോടും അമ്മയോടും ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ 30 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ സ്പീക്കിങ്ങിന് തോറ്റുപോവുകയും എനിക്ക് റൈറ്റിംഗ് ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് അത് കഴിഞ്ഞ് എനിക്ക് ഒന്നും കൂടെ ഡേറ്റ് കിട്ടി. കൊച്ചിയിലായിരുന്നു ഡേറ്റ് കിട്ടിയത്. ഉച്ച കഴിഞ്ഞായിരുന്നു എനിക്ക് എക്സാം. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ തന്നെയാണ് പോയത് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ പിള്ളേരും ഓരോ 2 ടൈലാണുള്ളത്. ആ 2 ടൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എക്സാമിന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ മെറിറ്റിൽ എനിക്ക് ഒന്നും വേണ്ട, നിൻ്റെ ഗ്രേസിൽ എനിക്ക് തന്നാൽ മതി, എനിക്ക് അങ്ങനെ പാസ്സായാൽ മതി എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പേരൊക്കെ വിളിച്ച് ഓരോ കസേരയിലിരുത്തി. അപ്പം അന്ന് വരെ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ അസീസിൽ നിന്നുള്ള ഒരു കുട്ടികളെയും ഞാൻ അവിടെ എക്സാമിന് ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് എന്നോട് പറയുകയാണ്. ഡിസ്കഷൻ ഇന്ന ടോപ്പിക്ക് റെഫർ ചെയ്തായിരുന്നോ, തേമ ഇന്നത് പറഞ്ഞായിരുന്നോ എന്നൊക്കെ എന്നോട് ഈ കൊച്ച് ചോദിച്ചു. അപ്പോൾ ആ കൊച്ച് പറഞ്ഞ തേമയെല്ലാം ഞാൻ ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കൊച്ച് പറഞ്ഞ ടോപ്പിക്കായി ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഞാനിത് നോക്കിയിട്ടില്ല, ബാക്കി എല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഇത് ഞാൻ നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനോട് പറഞ്ഞു, ഇതൊക്കെയാണ് പോസിറ്റീവ് വശങ്ങൾ, ഇതൊക്കെയാണ് നെഗറ്റീവ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് ഈ കൊച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവ് വശം കുറച്ച് എനിക്കറിയാം, എന്തായാലും നെഗറ്റീവ് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ ആദ്യം എക്സാമിനോട് വിളിച്ച് പ്രിപ്പറേഷൻ ഹാളിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് എൻ്റെയും എൻ്റെ പാർട്ട്ണറിനെയും വിളിച്ചു. ഞങ്ങൾ എക്സാമിന് പോയി. ഞാൻ ആ എക്സാമിന് കയറി അവിടെ പ്രിപ്പറേഷൻ ഹാളിൽ ഇരുന്നപ്പോഴത്തേക്കും ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഏത് ടോപ്പിക്കാണോ എന്നോട് പറഞ്ഞു തന്നു, ആ ടോപ്പിക്കായിരുന്നു എനിക്ക് ഡിസ്കഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. മാതാവ് ഇത് വന്ന് പറഞ്ഞു തന്ന പോലെയായിരുന്നു ആ ടോപ്പിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ 15 മിനിറ്റത്തെ എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഹാളിലോട്ട് എക്സാമിലെ റൂമിലോട്ട് 2 എക്സാമിനേഴ്സും ലേഡീസ് ആയിരുന്നു. അവർ നല്ല കൂളായിട്ട്, ഞങ്ങൾക്കൊരു എക്സാം മൂഡല്ലായിരുന്നു അവിടെ അവർ ഞങ്ങൾക്ക് തന്നു. പേരൊക്കെ ചോദിച്ച് നല്ല കൂളായിട്ട് അവർ ഞങ്ങൾക്ക് എക്സാം നടത്തി. ഫസ്റ്റത്തെ ടൈലായ തേമ പ്രസൻറ്റേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ആരാദ്യം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നോ അവർക്ക് ഇഷ്ടമുള്ള വശം നമുക്കത് ആ ടോപ്പിക്കിൻ്റെ പോസിറ്റീവ് വശം പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് വശം പറയാം. അപ്പോൾ ആ കൊച്ച് വേഗം തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ കൊച്ച് വേഗം പോസിറ്റീവ് വശമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് പറയാൻ തുടങ്ങി. ഞാനപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി, ഈ പരീക്ഷ ഞാൻ ഇനി ജയിക്കുകയില്ല, എനിക്കത് ഉറപ്പാണ്, അപ്പം നീ തന്നെ ഇടപെടണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആ എക്സാമിന് പറയുക, സ്റ്റോപ്പ് ദി എക്സാം എന്ന് പറഞ്ഞു. എക്സാമിന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറയാം, ഇങ്ങനെയല്ല എക്സാം തുടങ്ങേണ്ടത്, കാവ്യ പോസിറ്റീവ് വശം പറയാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പോസിറ്റീവ് വശം പറയാനും ആ എക്സാം ഒരു തടസ്സവും കൂടാതെ നല്ല രീതിക്ക് എനിക്ക് പറയാനും പറ്റി. അപ്പം ഞാൻ മാതാവിനോട് വീട്ടിൽ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ്, ഈ എക്സാം എനിക്ക് തോറ്റാലും എനിക്ക് വിഷമമില്ല, പക്ഷെ നിൻ്റെ പ്രസൻസ് എനിക്കവിടെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം 100ൽ 60 മാർക്ക് വേണം എക്സാം പാസ്സാവാനും. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 160 മാർക്ക് മതിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് 100ൽ 77 മാർക്കോടെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി സ്പീക്കിങ്. അത് കഴിഞ്ഞ് 2 മൊഡ്യൂൾ വെച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു. ഓരോ പിള്ളേർക്കും ഇൻ്റർവ്യൂ ഇന്ന ആഴ്ച വരും, നാളെ അടുത്ത ആഴ്ച വരും, അങ്ങനെ പറയുന്നതിലും എൻ്റെ പേരും കൊടുക്കും. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും വരുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവർക്കും നീ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, എനിക്കും അതുപോലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ വരുമ്പം ഞാൻ എന്നും എൻ്റെ പാസ്പോർട്ട് ഇവിടെ വെച്ച് മാതാവേ ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നതെന്ന് ഞാൻ മാതാവിൻ്റെ എന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന്. എന്നിട്ട് മാർച്ച് 20 എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മ, എന്താണ് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലല്ലോ, എന്നെ പറ്റി ഇതെന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും, 20 ആയുള്ളൂ, 28 ആവാൻ ഇനിയും ദിവസമുണ്ട്, നീ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം
കാരുണ്യ പ്രവർത്തിക്കായിട്ട് ഞാൻ അവിടെ ഒരു ഓർഫണേജിൽ ഒരു ഓൾഡേജ് ഹോമും കൂടി ഉണ്ട്, മരീൻ സദനം എന്ന് പറഞ്ഞ പാലായിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ അവിടെ ചെന്നതേ ഉള്ളൂ, എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വരികയാണ്, നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു. അത് മാർച്ച് 25-ാം തീയതി ആയിരുന്നു. അതൊരു തിങ്കളാഴ്ചയായിട്ട് വന്നു. പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ ചൊവ്വാഴ്ച. ഞാൻ അവിടെ നിന്നു, കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തു. ആ അമ്മമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ എല്ലാ കാര്യം ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യവും ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന എൻ്റെ ലാപ്ടോപ്പ് അന്ന് തലേദിവസം ഞാൻ ഇൻ്റർവ്യൂ ലാപ്ടോപ്പിൽ കൂടാൻ വിചാരിച്ച് എടുത്തു നോക്കിയപ്പം എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആണ്, അത് ഓൺ ആവുന്നില്ല. അങ്ങനെ ഞാൻ കടയിൽ കൊണ്ടേ കൊടുത്തു. അവർ പറഞ്ഞു ഞാൻ വേറൊരു ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വേറെ ലാപ്ടോപ്പ് തരാം, അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം മുമ്പേ ഓണാക്കി വെച്ചാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ കൂടിക്കോളാം, എൻ്റെ കൂടെ എൻ്റെ മാതാവ് എനിക്കിത് തരും, അതുകൊണ്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ 1:30 തുടങ്ങുന്ന ഇൻ്റർവ്യൂവിന് ഞാൻ 12 മണിയായപ്പോൾ ലാപ്ടോപ്പ് ഓണാക്കി വെച്ച് അതിനകത്ത് ഞാൻ ഉപ്പും തൈലും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കതിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. എനിക്ക് ചൊവ്വാഴ്ച ദിവസം കറക്റ്റ് 2:30 ആയപ്പം എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിൽ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഓൺലൈനിൽ കയറി അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, എത്ര മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു എന്തോ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് അവർ തന്നെ മറുപടി എന്നോട് പറയുമായിരുന്നു. കാവ്യ നീ ഇതാണോ ഉദ്ദേശിച്ചത് എന്നാണ് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പം അമ്മ താഴത്തെ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ വന്ന് പറഞ്ഞു, അമ്മ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ, അവർ നമ്മളോട് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് അത്രയും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞാൻ ഓടി വന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ നിനക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി, എനിക്കിത് അർഹതയുണ്ടെങ്കിൽ മാതാവ് എനിക്ക് തരിക, അല്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടമില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു 4 മണി ആവുന്നതിന് മുമ്പ് തന്നെ, ഒരു 4 മണി 5 മണി ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണിലോട്ട് മെയിൽ വരികയാണ്, കാവ്യ നിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നീ ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു 4 മൊഡ്യൂൾ കിട്ടാതെ നിനക്ക് കോൺട്രാക്റ്റ് ഞങ്ങൾ അയച്ചു തരികയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒന്നിലേ നീ 4 മൊഡ്യൂൾ തരണം, അല്ലെങ്കിൽ 2 ഇപ്പം എനിക്ക് 2 മൊഡ്യൂളുള്ളൂ, അത് വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്കിനി കോൺട്രാക്റ്റ് എനിക്ക് കിട്ടുകയില്ലല്ലോ മാതാവേ, മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടന്നോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ തന്ന്, അതായത് ഏപ്രിൽ മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും എനിക്ക് അവിടെ താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റും കൂടെ എനിക്ക് അയച്ചു കിട്ടി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു വിസയ്ക്ക് വെച്ചോളാൻ പറഞ്ഞു. വിസയ്ക്ക് വെച്ച് ഇപ്പോൾ വിസയ്ക്ക് ഭയങ്കര ഡേറ്റ് കിട്ടാനൊക്കെ ഒത്തിരി താമസമാണ്. ജൂൺ മാസത്തിൽ എനിക്കൊരു ഡേറ്റ് കിട്ടി, പക്ഷേ അതാണെങ്കിൽ കാറ്റഗറി വേറെ ആയതുകൊണ്ട് അത് ക്യാൻസലായി പോയായിരുന്നു. എന്നിട്ട് ഞാൻ 3 മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 1,00,000 രൂപയും 70,000 രൂപയും ഒക്കെ കൊടുത്താലേ ഡേറ്റ് കിട്ടുകയുള്ളെന്ന് എന്നോട് ഓരോ ഏജൻറ്റുമാർ മാറി മാറി പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരാണ്, അച്ഛനും അമ്മയും അന്നന്ന് ജോലിക്ക് പോയിട്ട് കൊണ്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് 1,00,000 രൂപ വെച്ച് എന്തായാലും ഒരു ഏജൻറ്റിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് എടുക്കാനുള്ളതില്ല. മാതാവേ നീ തന്നെ ഞങ്ങൾക്ക് തന്നാൽ മതി. വേറൊരു ഏജൻറ്റ് പറഞ്ഞു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ, കൂടിപ്പോയി 50,000 രൂപയ്ക്ക് വരെ ഞങ്ങൾക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾക്ക് അത്രയും എത്തിയല്ലോ, അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അവിടെ ബാംഗ്ലൂർ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാം, അവിടെ നമുക്ക് എപ്പോൾ അപ്രൂവൽ ലെറ്റർ കിട്ടണോ അങ്ങനെ കിട്ടിയാലേ നമുക്ക് അതായത് വിസയ്ക്ക് വെക്കാൻ പോകാൻ പറ്റുള്ളൂ. ഒക്ടോബർ 28 എന്ന് പറഞ്ഞ ഡേറ്റിന് നമുക്ക് ഡേറ്റ് എടുത്തിടാം, അപ്രൂവലായി കിട്ടിയാൽ കാവ്യക്ക് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് അപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമില്ല 50,000 രൂപയാണെന്നും പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ജപമാല റാലിയാണ് ഒക്ടോബർ 26-ാം തീയതി, ഞാൻ റാലിക്ക് ഞാൻ പങ്കെടുക്കും, എൻ്റെ കുടുംബത്ത് ഞാൻ പങ്കെടുക്കും, പക്ഷേ അപ്പോൾ നീ എനിക്ക് ആ അപ്രൂവൽ ഒന്ന് ആക്കി തന്നാൽ മതി മാതാവേ. അപ്പോൾ ജപമാല റാലി കഴിഞ്ഞിട്ടായിരുന്നു VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് എന്തായാലും മാതാവ് എനിക്ക് അപ്രൂവലാക്കി തരും എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ ഒക്ടോബർ 13-ാം തീയതി ഞാൻ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. അതിനു മുമ്പ് എല്ലാ ദിവസവും എനിക്ക് പാലായിൽ നിന്നൊരു ബസ്സുണ്ട്, 8:30 ആകുമ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വരും. പക്ഷേ അന്ന് മാത്രം എനിക്ക് ആ ബസ് മിസ്സായി. അങ്ങനെ ഞാൻ കോട്ടയത്ത് ചെന്നിട്ടാണ് ചേർത്തലയ്ക്ക് ബസ് കയറുക. അപ്പോൾ ഒരു ചേച്ചി കണ്ടക്ടറിനോട് ചോദിക്കുകയാണ് കൃപാസനത്തിലോട്ട് പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി കണ്ടക്ടർ പറഞ്ഞു ഇല്ല ചേർത്തലയിൽ ചെന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ കൃപാസനത്തിലോട്ട് പോകുന്ന ചേച്ചി ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു.
ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കയറിയതും ക്ലാസ് അറ്റൻഡ് ചെയ്തതും എല്ലാം ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി അവിടെ പുതുക്കുന്നിടത്ത് സീൽ ചെയ്യാൻ പോയപ്പം അവിടെ ഒരു സാറ് എല്ലാവർക്കും ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നത്, അവിടെ ക്ലാപ്പ് ഫില്ല് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണല്ലോ, അപ്പോൾ എനിക്കൊരു ക്ലാപ്പ് ഫില്ല് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്കില്ല. അപ്പോൾ എന്നെ അവർക്ക് അത് ഡിസ്റ്റർബ് ആകും. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് മാറി നിന്നു. എന്നിട്ടും എനിക്ക് എന്തോ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്, എനിക്ക് ആ സാറിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. എന്നിട്ട് ഞാൻ വന്നു, ഞാൻ മാതാവിന് സമർപ്പിച്ചു, മാതാവേ എനിക്ക് ഈ സാറിൻ്റെ അടുത്തൊന്ന് ചെല്ലണം, കാരണം ഈ സാർ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്താണ് ഇത് താമസിക്കുന്നത്, അങ്ങനെ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ സാറിൻ്റെ അടുത്ത് വന്നു നിന്നു. ടെൻഷനോടെയാണ് ഞാൻ നിന്നതെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സാർ എൻ്റെ നിയോഗ പേപ്പർ മേടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് എൻ്റെ VFS എൻ്റെ കോൺട്രാക്റ്റ് എല്ലാം എനിക്ക് കിട്ടി, എനിക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് മാത്രം കിട്ടുന്നില്ല. ഞാൻ ജോസഫസിനെ വന്ന് അതിന് 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് കാണുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ എനിക്കത് താമസിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫസിന് ഇവിടെ നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പം നമ്മുടെ കയ്യിലൊരു കുരിശ് തരും. അതേപോലത്തെ ഒരു കുരിശ് ആ സാറിൻ്റെ ബാഗിൽ നിന്ന് എടുത്തുനിന്ന് എൻ്റെ നിയോഗ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്നോട് ഏശയ പ്രവാചകൻ്റെ ഒരു വചനം പറഞ്ഞ് ആ സാറ് പ്രാർത്ഥിച്ചു. കണ്ണടച്ചതിന് ശക്തമായിട്ട് ആ സാറ് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ പകുതി ടെൻഷൻ എനിക്ക് അവിടെ മാറി. എന്നിട്ട് സാറ് പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി നിൻ്റെ പ്രാർത്ഥന പോലെയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തിരിയെല്ലാം മേടിച്ചു. അപ്പോൾ അവിടെ ഒത്തിരി തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞാൻ 5ാമത്തെ പുതുക്കലാണ് ഞാൻ പുതുക്കുന്നത്, ഈ 5 തവണയും ഞാൻ എഴുതി ജർമ്മനിക്ക് പോകണം, എനിക്ക് ഈ വർഷം തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ എഴുതുന്നില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഞാൻ പുതുക്കുമ്പം ഇനി ഈ നിയോഗം ഞാൻ എഴുതുകയല്ല മാതാവേ, ഇത് നിനക്ക് ഞാൻ സമർപ്പിച്ചു, ഇനി നിൻ്റെ ഹിതം എന്താണോ അത് എനിക്ക് നടത്തി തന്നാൽ മതി, ഞാൻ ഈ നിയോഗം ഇനി ഞാൻ എഴുതുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞു, മാതാവേ നിനക്ക് ഞാൻ സമർപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അവിടെ പോയി ഉടമ്പടി പുതുക്കുന്നിടത്ത് നിന്നപ്പം അവിടെ നിൽക്കുന്ന ചേച്ചി 5 ടോക്കൺ ഇങ്ങനെ തന്നു. എന്നോട് പറഞ്ഞു, മോൾ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന മാതാവിനെയാണ്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, ഇത് മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഞാനും ആ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. 3 മണി ആവാറെ ഞങ്ങൾക്ക് ബസ് അവിടെ നിന്നുള്ളതുകൊണ്ട് ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു, മോനെ ഒരു OTP വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മേഡം എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടുന്ന് സങ്കടപ്പെട്ടു പോകാൻ എനിക്ക് പറ്റരുത്, അമ്മ കാത്തോണം എന്ന് പറഞ്ഞു. ഞാൻ ബസ്സേ കയറി. ഇവിടുന്ന് ഇടയാടെന്ന് പറഞ്ഞ സ്ഥലം പോലും എത്തിയില്ല. അതിനു മുമ്പ് എൻ്റെ ഏജൻറ്റ് വിളിച്ചു, മോനെ അപ്രൂവൽ ആവാതിരുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്രൂവലായി, നമുക്ക് ഒക്ടോബർ 28-ാം തീയതി നമുക്ക് വിസയ്ക്ക് വെക്കാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ അപ്രൂവലായി. അപ്പോൾ എല്ലാവരും അച്ഛയും അമ്മയും പറഞ്ഞു, ഇത് മാതാവ് തന്നു തന്നെയാണ്, നിനക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പം അവിടെ നിന്ന് ഒന്നും കൂടെ വിളിച്ചു, മോനെ നമുക്ക് ഒക്ടോബർ 28 വരെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല, നമുക്കൊരു ഒക്ടോബർ 16-ാം തീയതി തന്നെ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യും. ഞാനിവിടെ പുതുക്കാൻ വന്നത് ഒക്ടോബർ 13-ാം തീയതിയാണ്. അന്ന് തന്നെ എനിക്ക് ഒക്ടോബർ 16-ാം തീയതി ബാംഗ്ലൂരിൽ എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം, എൻ്റെ അച്ഛൻ പോയിട്ടില്ല, ഞങ്ങൾ ആരും തന്നെ പോയിട്ടില്ല. എങ്ങനെ ബുക്ക് ചെയ്യുന്നു, എങ്ങനെ ബസ് ബുക്ക് ചെയ്യുന്നു, എങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യണമെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ചേച്ചി പറയാം, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ബുക്ക് ചെയ്ത് തരാം, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വന്ന പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. ആ ചേച്ചി എനിക്കും എൻ്റെ അച്ഛയ്ക്കും ബാംഗ്ലൂർ പോകാനുള്ള പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്തു തന്നു. ആ ചേച്ചി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ന് പോലും അറിയാത്ത, ഇത്രയും നാൾ ഞാൻ കാണാത്ത ചേച്ചി എനിക്ക് എൻ്റെ മാതാവ് കൊണ്ടു തന്നാണ്. ആ ചേച്ചിയുടെ പേര് സുമി എന്നാണ്. ആ ചേച്ചിയുടെ കുടുംബത്തെ ഞാനിപ്പം ഓർക്കുകയാണ്, ഒത്തിരി നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിസയ്ക്ക് ചെന്നു, ബാംഗ്ലൂർ ചെന്നു. ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ച തന്നെ വിസയ്ക്ക് ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു താമസിക്കാൻ ഒരു റൂമില്ല. ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാൾക്ക് 1500 രൂപയും 1800 രൂപയും ഒക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അത് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ തപ്പി അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരു ഹോട്ടൽ പോലെ ഇങ്ങനെ റൂം കൊടുക്കുന്നുണ്ടായിരുന്നു, ഫാമിലിക്കായിട്ട് താമസിക്കാൻ പറ്റുന്ന പോലെ.
എന്നിട്ട് ഞങ്ങൾ അപ്പം അച്ഛ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം, അവരെന്താ പറയുന്നതെന്ന് നമുക്കറിയാലോ, ഒന്ന് ചോദിച്ചു നോക്കാം. ഞാനും അച്ഛയും കൂടെ അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പം ആ ചേട്ടൻ ഒരു കരിനീല ഒരു ബ്ലൂ കളർ ബനിയനും ഒരു ഷോർട്ട്സൊക്കെ ഇട്ട് ഇങ്ങനെ പാൻറ് പോലത്തെ ഒരു ഷോർട്ട്സൊക്കെ ഇട്ട് നിൽക്കുന്നു ആ ചേട്ടൻ. എന്നിട്ട് ആ ചേട്ടനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് നാളെ VFSൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ, അപ്പോൾ അതിനുവേണ്ടി വന്നാൽ ഞാനും അച്ഛയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ഞങ്ങളോട് പറഞ്ഞത് 1000 രൂപ തന്നാൽ മതി, നിങ്ങൾ 1000 രൂപ തന്നാൽ നിങ്ങൾ 2 പേരും ഇവിടെ താമസിച്ചോ, നിങ്ങൾക്ക് ഇന്നത്തെ ഫുള്ള് ഭക്ഷണവും നാളെ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ VFSലോട്ട് പോയാൽ മതി എന്ന് ആ ഓണർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ അന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അന്ന് സ്റ്റേ ചെയ്ത സമയത്ത് ഏജൻറ്റിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് ഞങ്ങൾ 16-ാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് ചെല്ലുന്നതിലും 15-ാം തീയതി പോയ കൊച്ചിനെ അവിടെ കാറ്റഗറി മാറ്റി വെച്ചതിന് ഒത്തിരി നേരം പിടിച്ചു നിർത്തുകയും അപ്പോൾ എംബസിലോട്ട് കയറ്റാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ മാതാവേ, അവിടെ ഞാൻ തിരിയും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ വിസയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ജപമാല ഞാൻ ചൊല്ലി. ഞാൻ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 3 വരെ തിരുവചനങ്ങൾ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പിൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിൻ്റെ ശേഖരം നിനക്ക് ഞാൻ നൽകുന്നു. ഈ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇത്രത്തോളം എൻ്റെ മാതാവ് എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ എംബസി കയറും, ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ അവിടെ എംബസി ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ അവരെനിക്ക് എംബസിയിലോട്ട് കയറ്റി വിടുകയും എനിക്ക് വിസയ്ക്ക് വെക്കാൻ ടോക്കൺ നമ്പർ കിട്ടിയത് എനിക്ക് 7 ആയിരുന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇതെനിക്ക് എൻ്റെ മാതാവ് തന്ന അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി. അപ്പോൾ ഈ 7 എന്നുള്ളത് എനിക്ക് എൻ്റെ മാതാവ് തന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ അവരെന്നോട് ചോദിച്ചില്ല എന്തിനാണ് ജർമ്മനിക്ക് പോകുന്നതെന്നോ ഏത് കാറ്റഗറി ആണെന്നോ എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്യുന്നതെന്നോ ഒന്നും അവരെന്നോട് ചോദിച്ചില്ല. ഞാൻ 10:30-ക്ക് അപ്പോയിൻമെൻറ്റ് വെച്ച് എനിക്ക് സമയം എനിക്ക് 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എല്ലാം വെച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നിസ്സാര കാര്യത്തിന് വരെ വിസ റിജക്റ്റ് ആകുമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. എൻ്റെ വിസ 15 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. 30 ദിവസമായി വന്നില്ല. എന്നിട്ട് ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു ഡിസംബർ 20-ാം തീയതി തൊട്ട് എംബസി ക്രിസ്മസ് അവധിക്ക് വേണ്ടി അടക്കിയാണ്, പിന്നെ ജനുവരി കഴിഞ്ഞേ തുറക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ കാവ്യ ഇനി ജനുവരി ആവും വിസ വരണമെങ്കിലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു 15,000 രൂപ തരുവാണെങ്കിൽ നമുക്ക് എംബസിലോട്ട് കൊടുക്കാം, അവിടെ അറിയാവുന്ന ഒരാളുണ്ട്, നമുക്കത് വെച്ച് നമുക്ക് പെട്ടെന്ന് വിസ എങ്ങനെയും ആക്കാമെന്ന് കുറേ പിള്ളേരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രത്തോളം എന്നെ എത്തിച്ചത് എൻ്റെ മാതാവാണ്, അമ്മ മാതാവ് തന്നെ എനിക്ക് ഈശോയോട് പറഞ്ഞ് എൻ്റെ വിസ എനിക്ക് വാങ്ങിച്ചു തരും, ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചനോട് ഞാൻ പറഞ്ഞു അച്ഛ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞ 15,000 രൂപ കൊടുക്കണം എന്നാ പറഞ്ഞേ, എന്താ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ആ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് പോയി. വിസ വന്നില്ല. ഓരോ ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ജനുവരി ആയിക്കഴിഞ്ഞാൽ എംപ്ലോയർ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മാതാവേ, എനിക്ക് ഇത്രത്തോളം എത്തിച്ചത് നീയാന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണം, അതുകൊണ്ട് മാതാവേ നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വ്യാഴാഴ്ച അവിടുന്ന് ഡിസ്പാച്ച് ആയിരുന്നു വന്നു. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ എനിക്ക് എൻ്റെ വിസ കിട്ടി. എനിക്ക് ജർമ്മൻകാർ തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞ് അവർ വ്യാഴാഴ്ചത്തിലോട്ട് പ്ലാൻ ചെയ്തെന്നാണ് എനിക്ക് ഇന്നലെ വന്ന മെസ്സേജ്. എനിക്ക് വിസ തന്ന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യം തന്നെ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു തവണ എനിക്കൊരു ലംബ് പോലെ വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് ഇങ്ങനെ എന്ത് സാധനം എടുക്കുമ്പോഴെല്ലാം എനിക്കൊരു കട്ടുകഴപ്പായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദന. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വരും. വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതെന്ത് അസുഖമാണോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല, ഇതെന്തായാലും ഞാനൊരു ആശുപത്രിയിലും പോവുകയില്ല, ഇതും കൂടി എൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു ആശുപത്രിയിലും പോവില്ല, നീ തന്നെ എനിക്കിത് മാറ്റി തന്നാൽ മതി, ഞാൻ എന്നിവിടെ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വരുന്നോ അന്ന് ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്ന ഒരു സിസ്റ്ററിനോട് ഞാൻ നേഴ്സാണ് പറഞ്ഞു, മോനെ ഇത് എത്രയും വേഗം നീ കൊണ്ടേ കാണിക്കണം, ഒന്നിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു സർജനെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമത്തിലായി. പക്ഷേ ഇപ്പം എനിക്കതില്ല, എങ്ങനെയാണോ ഒന്നും എനിക്കല്ല, മാതാവിൻ്റെ തൈലം തൂത്ത് മാത്രം മാതാവ് എനിക്കത് മാറ്റിത്തന്നു. ഇത്രത്തോളം എനിക്ക് അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി.
അതുപോലെ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലായിരുന്നു. എനിക്കൊരു അനിയത്തിയുണ്ട് അംഗൻവാടി പഠിക്കുന്നത്. അപ്പോൾ അനിയത്തി ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ആദ്യം ഉണ്ടായിരുന്ന ജോലി അമ്മയ്ക്ക് പോയി. പിന്നെ അമ്മ ഓരോ വീടുകളിലായിരുന്നു ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ 4ാമതൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി, ഞാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനിയത്തിനെയും കൊണ്ട് പോകാൻ പറ്റുന്നൊരു ജോലി. കാരണം വീട്ടിലാരില്ല, അച്ഛമ്മയ്ക്കും വയ്യാത്താണ്. അപ്പം അച്ഛമ്മയുടെ കൈ കൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം കൊച്ചിനെയും കൊണ്ട് പോകാമെന്നും കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുന്ന പോലത്തെ ഒരു എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു ജോലി കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ അവിടുത്തെ വയ്യാത്ത പിള്ളേരെ നോക്കാൻ അമ്മയ്ക്ക് ജോലി കിട്ടി സ്ഥിരമായിട്ട്. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോണേ പോലും അമ്മയുടെ കൊച്ചിനെ കൊടുത്തിട്ട് പോകാം, അമ്മയ്ക്ക് കൊച്ചിനെ അംഗൻവാടിയിൽ വിടാനും എല്ലാം പറ്റുന്ന പോലെ ഒരു ജോലി. അമ്മയ്ക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാണ് ആ ജോലി ചെയ്യുന്നതിൽ, ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ. ഇത്രത്തോളം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുമായിരുന്നു. ഇവിടെ പത്രമാക്കാനൊക്കെ ഞാൻ കൂടുമായിരുന്നു. പത്രം മേടിച്ചിട്ട് അപ്പോൾ ഒരു തവണ ധ്യാനത്തിൽ ഞാൻ കേട്ടു, പെട്രോൾ പോലെ കത്തണമെങ്കിൽ മാതാവെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ച അമ്മയെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ എല്ലാ പത്രത്തിൻ്റെ മേളിലും അമ്മേ മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് ഞാൻ എഴുതി കൊടുത്തു. അപ്പം പത്രം മേടിക്കുന്ന ഒരാളും അത് നോക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ തന്നെ എല്ലാ പത്രത്തിലും ഞാൻ തന്നെ എഴുതി കൊടുക്കുമായിരുന്നു. ബസ് സ്റ്റോപ്പിലും ഓട്ടോ ചേട്ടന്മാർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ ഞാൻ കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെയുള്ളൊരു മരിയസ്ഥാനത്തിൽ എല്ലാ ആഴ്ചയും തന്നെ അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും നഖം വെട്ടിക്കൊടുക്കാനും ഭക്ഷണം വാരി കൊടുക്കാനും ഒക്കെ ഞാൻ കൂടുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട് ഒരു കൃപാസന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് മാസത്തിൽ 2ാമത്തെ വെള്ളിയാഴ്ച 4ാമത്തെ വെള്ളിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കും. ഞാൻ ഒരു 5 പൊതിച്ചോറെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെയൊക്കെ നേരെ കൈ നീട്ടുന്ന ആരെയും ഞാൻ വിഷമിപ്പിക്കാറില്ലായിരുന്നു. എല്ലാം ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞാലും മാതാവെ ഞാൻ ഉടമ്പടി തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും